കുന്നംകുളത്തെ പോലീസ് മർദ്ദന വിവാദം സജീവമാക്കി നിർത്താൻ UDF. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ നാണക്കേടിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് നീക്കം. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തീരുമാനം. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ നിയമോപദേശം കാത്ത് പോലീസും നിൽക്കുകയാണ്. വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും. പ്രജിത്, ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒതുക്കി തീർക്കാൻ UDF ശ്രമിക്കുന്നുണ്ട്. ഒപ്പം സർക്കാർ ഈ കുന്നംകുളത്തെ സംഭവം ഒരു തലവേദനയായി മാറുകയാണല്ലോ. പറയൂ പ്രജിത്ത്. ഗൗതം, ഒരു തരത്തിൽ പറഞ്ഞാൽ UDF-ന് അവർക്കൂടെ ഒരു പ്രവർത്തകർ മർദ്ദനമേറ്റ് എന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു ആയുധം കിട്ടിയിരിക്കുകയാണ് സർക്കാരിനെതിരെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം UDF-നുണ്ടാക്കിയത് വളരെ വലിയ ക്ഷീണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളുമായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നിയമസഭാ സമ്മേളനമൊക്കെ കാത്തിരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം ഉണ്ടാകുന്നതും അപ്രതീക്ഷിതമായി പാർട്ടി വലിയ നാണക്കേടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ UDF-ലെ വിവിധ ഘടകകക്ഷികളും എല്ലാം ഈ വലിയ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന സാഹചര്യവുമായിരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റതിൻ്റെ ദൃശ്യങ്ങൾ 2 വർഷം കഴിഞ്ഞത് പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് സർക്കാരിനെതിരെ വീണ് കിട്ടിയ ഒരു ആയുധമായി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDF നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച പ്രക്ഷോഭം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് UDF ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത്. സെപ്റ്റംബർ 10-ന് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ UDF ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ഈ കാക്കിയിട്ടുകൊണ്ട് ഈ പോലീസുകാരെ ഇനി റോഡിലിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ പ്രഖ്യാപനവുമൊക്കെ ഉണ്ടായതാണ്. KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ പോയി ഈ യുവാവിനെ കാണുകയും പിന്നീട് പിന്തുണ അറിയിക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിപ്പോൾ UDF-ൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ആയുധമായി അതിനെ ഉപയോഗിക്കുക. നിയമസഭാ സമ്മേളനം ചേരുന്ന സമയത്ത്, പ്രത്യേകിച്ച് 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്, അതുവരെ ഈ വിഷയം വളരെ സജീവ ചർച്ചയാക്കി നിർത്തുക. നിയമസഭയിലും ഇതുന്നയിച്ച സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും എതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് UDF ഇപ്പോൾ കണക്ക് കൂട്ടുന്ന, അല്ലെങ്കിൽ UDF ഇപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന ഒരു പദ്ധതി എന്നുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച വിവാദം അതൊരു 2ാം നിരയിലേക്ക്, ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് താഴേക്ക് പോകട്ടെ എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. അതിന് പരമാവധി ഈ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ശക്തമായി ഉന്നയിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് യുവാവിനെ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്കൊക്കെ കോൺഗ്രസും UDF പ്രവർത്തകരും ഒക്കെ നടത്തിയ മാർച്ചുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം, അത് കുറച്ച് അക്രമത്തിലേക്കൊക്കെ കടന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ UDF നേതൃത്വം നിൽക്കുന്നത് എന്ന് പറയാം. എന്തായാലും വരും ദിവസങ്ങളിലും പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനത്തിലുമൊക്കെ UDF സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഈ കുന്നംകുളത്തെ പോലീസ് മർദ്ദനം എന്തായാലും ഉപയോഗപ്പെടുത്തുമെന്നുള്ളതിൽ തർക്കമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് പോലീസ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് DGP ഇത് സംബന്ധിച്ചൊരു നിയമോപദേശമൊക്കെ നേടിയത്. കാരണം ഒരു തവണ നടപടി എടുത്തതാണ് ഉദ്യോഗസ്ഥർക്കെതിരെ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഷയത്തിൽ വീണ്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിയമോപദേശം നേടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതോടൊപ്പം തന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കോടതി ലക്ഷ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ വീണ്ടും ഒരു നടപടിയെടുത്തൽ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനുമായി സംബന്ധിച്ച വിവാദം അത് മറച്ചു പിടിക്കാൻ വേണ്ടി UDF ഇത് കൃത്യമായി ഉപയോഗിക്കുന്നു. അത് നിയമസഭാ സമ്മേളനത്തിലടക്കം ഈ കുന്നംകുളത്തെ മർദ്ദന വിവാദം അത് എത്തിച്ച് വലിയ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് UDF-ൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പദ്ധതി. ഗൗതം. ഓക്കെ പ്രജിത്ത്, കുന്നംകുളത്തെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയം ആളിക്കത്തിക്കാൻ UDF-ഉം കോൺഗ്രസും ഒരുങ്ങുകയാണ്. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ നടക്കുന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് ഈ പോലീസ് മർദ്ദനം ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ളൊരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്ന റിപ്പോർട്ട്.